ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? റമദാനൊക്കെ അങ്ങനെ പോണില്ലേ, ചൂട് കൊടുക്കണേ. ഇപ്പോൾ റമദാനായിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ റമദാൻ ഒന്നിന് തന്നെ നമുക്കൊരു മരിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മലപ്പുറത്ത് പോയി നോമ്പ് അത്താഴത്തിന് നീച്ചുകൊണ്ട് ഒന്ന് കടന്നിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് മരിപ്പൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി. ഞങ്ങൾ കണ്ടതൊന്നുമില്ല കേട്ടോ. 2 മണിയായപ്പോഴത്തേന് മയ്യത്തെടുത്തു. നോമ്പൊക്കെ അല്ലേ, പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന് പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തൊക്കെ ഒരു ഇതിൽ പെട്ടെന്ന് എടുക്കേണ്ടിയൊക്കെ വന്ന് അങ്ങനെ എടുത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ കണ്ടതൊന്നുമില്ല. എന്നാലും പോയി. ഉമ്മാൻ്റെ അനുജത്തിയേനു കേട്ടോ, സുഖമില്ലാതെ കിടക്കേനു. കിടക്കൊന്നുമല്ല, എന്നാലും സുഖമില്ലാതെ ഇങ്ങനെ ഉണ്ടെങ്കിലും സ്വന്തം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പെട്ടെന്ന് ഹാർട്ടിനാണ് അസുഖം. അപ്പം അങ്ങനെ കൊണ്ടുപോയി. നേരം വെളുക്കാൻ കാലമായപ്പം മരിച്ചും ചെയ്തു. അപ്പം അങ്ങനെ കുട്ടികളും മക്കളൊന്നുമില്ല, ആരുമില്ല, നമ്മളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. പോലെ ഖബർ ജീവിതമൊക്കെ അല്ലാഹ് സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ഈ റമദാനിൻ്റെ പുണ്യം കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ചെയ്തിക്കണമെങ്കിൽ ഒക്കെ പുറത്ത് കൊടുക്കട്ടെ. അപ്പം അങ്ങനെ ഒന്ന് രാവിലെ എന്ന് പറയുന്നു, നോമ്പിന് രാവിലേന്നേ. പിന്നെ ഇന്ന് നമ്മൾ 5ാമത്തെ നോമ്പിനായിട്ട് അവിടെ നോമ്പുറിച്ചാനൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അതുവരെ ഇന്നലെ ഞങ്ങൾ വന്നെങ്കിലും കൂടിയിട്ട് ഇന്നലെ അമ്മ പിന്നെ താഴേന്ന് കൊണ്ടുവന്നൊക്കെയായിരുന്നു അപ്പോൾ കറിയൊക്കെ. പിന്നെ ഞാൻ വന്നിട്ട് ചോറൊക്കെ വെച്ചിട്ടുള്ളൂ, അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പം എന്നാണ് കേട്ടോ ഉണ്ടാക്കണത്. അന്ന് നമ്മൾ പത്തിരി തന്നെ ഉണ്ടാക്കി അരി ഉറട്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പം അത് ഞാൻ അവിടെ പെരത്തി വെച്ചിക്കണ്. പിന്നെ മോക്ക് എന്തെങ്കിലുമൊക്കെ പൊരി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ഒന്നുമില്ല, ഇറച്ചിയൊന്നും വാങ്ങിയതില്ല. അപ്പോൾ കട്ട്ലേറ്റാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ കട്ട്ലേറ്റിന് ഇറച്ചിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വേണമ്മ, എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഉള്ളിയൊക്കെ സവാള അരിഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ ഒരു പക്കവട ഉണ്ടാക്കൽ. അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ സമയം ഒരുപാടായിക്കണ്. വന്നിട്ട് പിന്നെ ഒരുപാട് പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് നോമ്പും അല്ലേ, ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. എന്തേലും വേഗത്തിൽ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇനി ഞാൻ കുറച്ച് ചെറിയുള്ളി അല്ല, വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചിക്കണ്. പിന്നെ 2-3 സവാള ചെറുതായി അരിഞ്ഞൊരു പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞെടുത്തേക്കണ്. പിന്നെ ഒരു 1-1.5 കപ്പ് പിന്നെ ഞാനെടുത്ത ഈ പിന്നെ ഒരു കയ്യിലാണ് കേട്ടോ. അതിന് 1.5 ആണ് പിന്നെ മൈദമാവ് എടുത്തേക്കണ്. അതിലേറെ കുറച്ചങ്ങാണ്ട് കുറച്ച് അരിപ്പൊടി എടുത്തേക്കണം കേട്ടോ. അത് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി എടുത്ത് നല്ലോണം ഒന്ന് കുഴച്ച് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ടു കേട്ടോ. അങ്ങനെ ഞാൻ നന്നായി കുഴച്ചെടുത്ത് അതിക്ക് പിന്നെ ഞാൻ ആ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും കൂട്ടിക്കൊടുത്തു. കരിവേപ്പിൻ്റെ ഇല ഇട്ടു. പിന്നെ ഇതിലേക്ക് നമുക്ക് പിന്നെ എന്താണ് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്നും ഇല്ല, ഒക്കെ കൊണ്ടുവന്നിട്ട് വേണം. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ കറ് മുറുവോനെ ഇരിക്കും കേട്ടോ, അങ്ങനെ അരിപ്പൊടിയൊക്കെ കൂട്ടിയതുകൊണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഉള്ളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് പിന്നെ കൈ വെച്ചങ്ങാണ്ട് തന്നെയാണ് കുഴച്ച് നല്ലോണം എടുത്തിട്ട് ഞാൻ കുറച്ച് സമയം അത് മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് വേറെ പണികളുണ്ടല്ലോ. അപ്പോൾ ആ സമയം അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ പത്തിരി ചുടലും പിന്നെ ഒന്ന് മുട്ടക്കറിയാണ്, മുട്ടയും പിന്നെ ഉള്ളിക്കറി ഉണ്ടാക്കിയാണ്ടേ അങ്ങനെയാണ് കേട്ടോ. അപ്പം അങ്ങനെ 2-3 അടുപ്പും നമുക്കിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ഇട്ടോളിട്ടോ, മറക്കണ്ട. പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും നോമ്പിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല. സത്യത്തിൽ ഇപ്പം തന്നെ ഒന്നും വീഡിയോ ഇടരുത്, എങ്കിലൊക്കെ കഴിഞ്ഞിട്ടിടാന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇത് ഏതായാലും ഇട്ട് പോകുന്നത് കൊണ്ടേ
3-4 ദിവസം ആയതുകൊണ്ട് ഞാനൊന്ന് ഇട്ടതാണ്. അപ്പം അതിനൊന്നും ആരും ഒന്നും വിചാരിക്കരുത്. നമ്മളിങ്ങനെ ഇതിൽ ഒരു വീഡിയോ ഇടൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇട്ടിട്ടില്ലെങ്കിലും പറ്റൂലല്ലോ. കണ്ടുകൊണ്ടിരിക്കണ പോലെയെങ്കിലും ആ ഒരുപാട് സബ്സ്ക്രൈബും ഒരുപാട് ആൾ കാണണമെന്നില്ല. കണ്ടുപോലും ഇങ്ങനെ സ്ഥിരമായി കാണണമെങ്കിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണമല്ലോ. അതൊക്കെ വിചാരിച്ചങ്ങാണ്ട് ഇട്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പത്തിരി ചുടൽ തുടങ്ങി. മറ്റേ അടുപ്പത്ത് കറിയുണ്ട്. അപ്പോൾ പത്തിരിൻ്റെ കല്ല് ഇതുമ്പോൾ നല്ലോണം ചൂടായിക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴെപ്പോഴും മറിച്ചിടണം. അതിൻ്റെ ഇടയ്ക്ക് ഓരോ പണി എടുക്കുമ്പോഴേ മറിച്ചിടാനൊക്കെ നേരം വൈകുന്നുണ്ട്. അപ്പോൾ ചിലതൊക്കെ കരിയണമൊക്കെ ഉണ്ട്. ഈ ചട്ടി പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ വേഗം ഉണ്ട്. 2, 3, 4 ഒക്കെ ചൂടാണ്. പക്ഷേ നമ്മൾ പിന്നെ വിറകടുപ്പത്താണെച്ചെങ്കിൽ ഇതിൻ്റെ ചുറ്റുഭാഗം ഇടാം. അതിപ്പോൾ ഈ നടുക്ക് മാത്രമല്ലേ കത്തുള്ളൂ, തട്ടുള്ളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞു, ചുടൽ കഴിഞ്ഞു. ഇനി നമുക്കിത് ഓരോന്ന് സ്പൂണുകൊണ്ട് കോരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഷേപ്പാക്കിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ച്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ ഉണ്ട്? അപ്പം നമ്മളെ നോമ്പ് ഇങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1-2 ദിവസമൊക്കെ മഴപ്പാറ്റലും ചാറൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ചൂടും കൂടി ഇപ്പം അങ്ങോട്ട് കൂടുതലാണ് അല്ലേ. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം കുടിക്കുക, അതല്ലെങ്കിൽ നമുക്ക് നോമ്പിന് പണിയൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുറച്ച് തോനൊക്കെ വെള്ളം കുടിച്ചോളൂ. ഇന്നലെ യാത്ര ചെയ്ത ക്ഷീണം ഒക്കെപ്പാടെ ഇവിടെ വന്നിട്ടും ഒക്കെപ്പാടെ ആയിട്ട് പിന്നെ ഇവിടെ വന്ന് അങ്ങനെയാണ് കടന്നു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചിറങ്ങിക്കേനു കേട്ടോ. അത്താഴത്തിന് ഞാൻ ആദ്യം നീച്ചിക്കണമെങ്കിൽ ഞാൻ മിസ് കോൾ അടിച്ചിട്ടുണ്ട്. ഞാൻ നീച്ചിട്ട് അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് വിളിച്ചുകൊണ്ടിരുന്നുണ്ട്. ഓല് വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അറിയുണ്ടായില്ല. അങ്ങനെ പിന്നെ ഓല് വിളിച്ചിക്കാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ക്ഷീണം. എന്നിട്ട് ഞാൻ പിന്നെ ബാങ്ക് വിളിച്ചതിൻ്റെ കുറച്ച് മുമ്പ് ഇച്ചിരി നല്ലോണം വെള്ളം കുടിച്ചലുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുപോയി വെച്ചിരുന്നു. പക്ഷേങ്കിൽ അത് കുടിച്ചില്ല. ഞാൻ അങ്ങനെ അവിടെ വല്ല കടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. പിന്നെ ബാങ്കിൻ്റെ സൗണ്ട് കേട്ടുങ്ങാണ്ടാണ് ഞാൻ നീച്ചത്. പിന്നെ വെള്ളം കുടിച്ചാൻ പറ്റുമോ? അങ്ങനെ ഇന്നലെ വെള്ളവും കുടിച്ചിട്ടുണ്ടായില്ല. അതിൻ്റെയൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ ജ്യൂസ് നല്ലോണം ഒന്നുകൊണ്ട് അടിച്ചിട്ട് എഴുതിങ്ങാണ്ട് ഇന്നലെയും ഷമാമ് വെച്ചുങ്ങാണ്ട് തന്നെയാണ് കേട്ടോ ജ്യൂസ് അടിച്ചിന്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തുങ്ങാണ്ട് ഇന്നും കൂടി അതന്നെ അടിച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ 2 പഴവും കുറച്ച് ഷമാമും ഇട്ടുങ്ങാണ്ട് പാലും ഒഴിച്ച് ഇതിങ്ങനെ പാലൊഴിച്ചുങ്ങാണ്ട് അടിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് പൊരിച്ചലൊക്കെ കഴിഞ്ഞിരിക്കുന്നത് നല്ല വെറുപോനെയാണ്. അപ്പോൾ ഞാനെങ്കിൽ വിചാരിച്ചു ഇന്ന് കുറച്ച് 4 എണ്ണം എടുത്ത് കുട്ടികൾക്ക് താഴേക്ക് കൊടുത്തയക്കട്ടെ എന്ന്. ഒരു സമൂസേനു വാങ്ങിയത്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങോട്ട് കൊടുന്ന് തന്നീനു. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കിയത് ഇച്ചിരി അങ്ങോട്ടും കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ജ്യൂസ് അടിച്ചും കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലോണം അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കണത്. തണുത്ത വെള്ളം ഞാൻ വെച്ചീനു, അതുകൊണ്ട് അതാണ് ഒഴിച്ചിരിക്കുകയാണ്. സമയം ഒരുപാട് ആയിക്കണം കേട്ടോ. നോമ്പ് തുറക്കാൻ ഏകദേശം ആയി തുടങ്ങിയിരിക്കണം. അപ്പം അങ്ങനെ ഭയങ്കര ധൃതിയിലാണ്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഓരോരുത്തരും കാണുമ്പോഴാണ് നമുക്ക് അതിനൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്തോളൂ, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പം അങ്ങനെ നമ്മളെ ജ്യൂസൊക്കെ റെഡി ആയിക്കണം. ഞാൻ ഇതിക്ക് കസ്കസ് വെള്ളത്തിലിട്ടീന്, വേറെ എന്തെങ്കിലും ജ്യൂസ് അടിച്ച് എഴുതിയുണ്ട്. ഇതിക്ക് കസ്കസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ പിന്നെ അത് വെള്ളത്തിലിട്ടിൽ എഴുതിയാണ്ട് ഞാൻ ഇതിക്ക് തന്നെ ഇട്ട് കൊടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇന്നത്തെ ജ്യൂസ് ഇതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ നോമ്പ് മുറിച്ചാൻ പുറപ്പെടുകയാണ്. ബാങ്ക് കൊടുക്കാനയക്കണം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.
അസ്സലാമു അലൈക്കും.